സുഹൃത്തുക്കളെ, എൻ്റെ ഒരു ഫ്രണ്ട് ഭാസ്കരൻ നായർ അജയൻ എനിക്കൊരു ഹിന്ദി വീഡിയോ അയച്ചു തന്നു. വെറുതെ ഒന്ന് കണ്ടുപോയതാ. പക്ഷെ നോക്കിയപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായ ഒരു ജിയോ പൊളിറ്റിക്കൽ കളി ഒളിച്ചിരിപ്പുണ്ട്. കാരണം ഈ സമരത്തിൽ വന്ന് കിടന്ന് മറിയുന്ന ചിലവന്മാരൊന്നും നമ്മുടെ രാജ്യത്തെ പൗരന്മാർ പോലുമല്ല, വെറും വിദേശികളാണ്. അതുകൊണ്ട് ആദ്യം ഈ വീഡിയോയുടെ ഒരു ആദ്യത്തെ 30 സെക്കൻഡ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കഥ മുഴുവൻ നമ്മുടെ തനത് മലയാളത്തിൽ ഞാൻ ക്രിസ്പായിട്ട് പറഞ്ഞു തരാം. ഇതിൽ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും തപ്പിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ പലർക്കും അങ്ങോട്ട് ദഹിക്കില്ല, അതുറപ്പാണ്. പക്ഷേ സത്യമറിയാൻ ആഗ്രഹിക്കുന്ന വേറെ കുറേ പേർക്ക് ഇത് പക്ക ബോധ്യപ്പെടുകയും ചെയ്യും. കണ്ടിട്ട് കാര്യമുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് പവറാക്കിയേക്കുക. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ രസകരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ആ ഒറിജിനൽ വീഡിയോയുടെ ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് കാണാം. एक दिन जस्टिस सूर्यकांत शर्मा ने लगातार डलने वाली आरटीआई से, जनहित याचिकाओं से, तरह तरह की वीडियो से, ये जो आजकल रीलबाजी चल रही है इससे परेशान होकर, सोशल मीडिया से परेशान होकर एक बयान दे दिया कि कुछ लोग जो पढ़ाई लिखाई के बाद अपने उद्देश्यों को पूरा नहीं कर पाते हैं, उन्हें नौकरी रोजगार नहीं मिल पाता है, तो वो कॉकरोच की तरह हो जाते हैं और समाज को परेशान करते हुए घूमते हैं, समाज में गंदगी फैलाते हुए घूमते हैं. ഇനി നമുക്കിതിൻ്റെ മലയാളത്തിലേക്ക് പോകാം. ഒരു ദിവസം നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഈ ഇടതടവില്ലാതെ വരുന്ന RTIകളും പൊതുതാൽപര്യ ഹർജികളും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ റീൽസ് കളിയും ഒക്കെ കണ്ട് മടുത്തിട്ട് പുള്ളി അങ്ങ് പൊട്ടിത്തെറിച്ചു. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു പണിക്കും പോകാതെ ലക്ഷ്യമൊന്നുമില്ലാതെ നടക്കുന്ന ചിലവന്മാരുണ്ട്. അവന്മാരൊക്കെ വെറും കൂറകളെ പോലെയാ, അല്ലെങ്കിൽ പാറ്റകളെ പോലെയാ. സമൂഹത്തിന് വെറും ശല്യവും നാണക്കേടും മാത്രം എന്ന രീതിയിൽ ഒരു പ്രസ്താവന അങ്ങ് കാച്ചി. ആര്? ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയക്കാരനോ അല്ല, ഒരു ജഡ്ജി. ഇത് കേട്ടതും വിദേശത്തിരുന്ന ധ്രുവ് റാഠിയും വിജേതാ ദഹിയായും അഭിജിത് ദീപ്കയും കൂടി ഇതങ്ങ് ഏറ്റെടുത്തു. പിറ്റേന്ന് തന്നെ അവന്മാരെ ട്വിറ്ററിൽ ഞാനും ഒരു കൂറയാണ് എന്ന് പറഞ്ഞൊരു ട്രെൻഡ് അങ്ങ് തുടങ്ങി. സാധാരണ ഒരു ട്വീറ്റ് ഇട്ടതാണെങ്കിലും ഇതിന് കോടിക്കണക്കിന് ലൈക്കുകൾ കിട്ടി. അതോടെ ഇവന്മാരുടെ കണ്ണ് തള്ളി, ഭയങ്കര സന്തോഷമായി. ഇന്ത്യയിൽ ഈ കൂറ വിപ്ലവം കാരണം ബംഗ്ലാദേശും ശ്രീലങ്കയും പോലെ ഭരണം മറിയാൻ പോവുകയാണെന്ന് അവന്മാരങ്ങ് ഉറപ്പിച്ചു. നാട്ടിലെയും വിദേശത്തെയും മോദി വിരുദ്ധരും കൂടെ ചേർന്ന് ഇവന്മാരെ അങ്ങ് കൊഴുപ്പിച്ചു. 2 കോടി ലൈക്ക് അല്ലേടാ, ചെറിയൊരു തീപ്പരി കിട്ടിയാൽ മതി, രാജ്യം അങ്ങ് കത്തും എന്നൊക്കെ പറഞ്ഞ് ഉഷാറാക്കി. അങ്ങനെ വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരിൽ ഒരാളായ അഭിജിത് ദീപ്കെ നേരെ ഇന്ത്യയിലേക്ക് വണ്ടി കയറി. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആയിരക്കണക്കിന് പിള്ളേർ വന്ന് മാലയിട്ട് സ്വീകരിക്കുമെന്നൊക്കെ ആയിരുന്നു പുള്ളിയുടെ വിചാരം. എന്നിട്ട് സമരം ചെയ്യുമ്പോൾ പോലീസ് തടയും, കല്ലേറുണ്ടാകും, ലാത്തി ചാർജും വെടിവെപ്പും ഒക്കെ നടക്കും. 1-2 പേര് വടിയാവും. അതോടെ രാജ്യം മൊത്തം വിപ്ലവം വന്ന് ഭരണം അട്ടിമറിക്കും എന്നൊക്കെയായിരുന്നു പ്ലാന്. പക്ഷേ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ സീൻ കോൺട്ര. അവിടെ വെറും 15 പേര് മാത്രം. ഡൽഹി പോലീസിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് സമരം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു അതിനെന്താ, ഇതാ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നിരുന്നിട്ട് ഒരു 200 പേര് പോലും തികഞ്ഞില്ല. പിന്നെ അവന്മാർ വിചാരിച്ചു ഡൽഹിയിൽ സർക്കാർ ചിലപ്പോൾ ട്രെയിനൊക്കെ തടഞ്ഞതുകൊണ്ടായിരിക്കും പിള്ളേർ വരാത്തതെന്ന്. അങ്ങനെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ബംഗളൂരുവിലും ജയ്പൂരിലും ഒക്കെ പോയി നോക്കി. പക്ഷെ അവിടെ നിന്നൊക്കെ കിട്ടിയത് നല്ല പെടയായിരുന്നു, തിരിച്ചു പോരേണ്ടി വന്നു. അതിനുശേഷം ഡൽഹിയിൽ വന്ന് വലിയ പ്ലാനിംഗ് ഒക്കെ നടത്തി കോൺഗ്രസും ആം ആദ്മിയും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചേർന്ന് ഒരു വലിയ സമര ദിവസം പ്രഖ്യാപിച്ചു. ഭയങ്കര ഹൈപ്പായിരുന്നു. പക്ഷെ അവസാനം നോക്കിയപ്പോൾ മലയെടുത്ത് എലിയെ പറ്റിയ അവസ്ഥയായി. ഒരു 2000 പേര് പോലും വന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവന്മാർക്ക് ഒരു പിടിയും കിട്ടാതായി. കർഷകരോട് വരാൻ പറഞ്ഞു, JNUവിലെ പിള്ളേരോട് തപ്പും കൊട്ടി വരാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം വന്നതാരാണെന്നറിയാമോ? ഗാസിയാബാദിലെ 2 ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രസ്സും ഇട്ട് മുടിയും നീട്ടി വളർത്തി ഡാൻസ് കളിക്കാൻ വന്നു. കുറ്റം പറയരുതല്ലോ. പിന്നെ കുറച്ച് ഗേ വിഭാഗക്കാരും റീൽസ് ചെയ്യാനും നൃത്തം ചെയ്യാനുമുള്ള കുറേ പേരും വന്നു, അത്ര തന്നെ. പിന്നെ എവിടെ നിന്നോ ലഡാക്കിൽ സമരം ചെയ്യുകയായിരുന്ന സോനം വാങ്ചുവിനെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ നിരാഹാരത്തിന് ഇരുത്തി. പാവം 20 ദിവസത്തിലേറെയായിട്ട് പട്ടിണിയാണ്. ഇനി വല്ല ബാത്റൂമിലോ വല്ലതും പോയി വല്ലതും കഴിക്കുന്നുണ്ടോ ആവോ. ഇല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഒരു 10-12 ദിവസം കൊണ്ട് പട്ടറി കിടന്ന് തട്ടിപ്പോവും. പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വായ ചവയ്ക്കുന്നത് ചിലരൊക്കെ കണ്ടിട്ടുണ്ട്.
ഇപ്പോൾ മഴയത്ത് ബുദ്ധിമുട്ടാതിരിക്കാനായിട്ട് ടാർപ്പായൊക്കെ കെട്ടി മറച്ചിരിക്കുകയും കൂടിയാണ്. അപ്പോൾ സുഖമായിട്ട് അകത്തിരുന്ന് തിന്നുകയും കുടിക്കുകയും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തെ വിശ്വവിഖ്യാതരായ മോദി വിരുദ്ധർ വിചാരിച്ചു എന്തായാലും ഒരു തുടക്കമായി നമുക്കും കൂടെ ഒന്ന് തള്ളിക്കൊടുക്കാമെന്ന്. അങ്ങനെ യോഗേന്ദ്ര യാദവ്, സഞ്ജയ് സിംഗ്, സാഗരിക ഘോഷ്, ശശി തരൂർ, പ്രശാന്ത് ഭൂഷൺ, ജോൺ ബ്രിട്ടാസ് ഒക്കെ അവിടെ പോയി നിന്ന് തീപ്പൊരി പറപ്പിക്കാൻ നോക്കി. പക്ഷെ എത്ര നോക്കിയിട്ടും 200 പേരിൽ കൂടുതൽ ആളില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ നോക്കുമ്പോൾ യോഗേന്ദ്ര യാദവ് ചരിത്ര പുസ്തകം തിരുത്താൻ നോക്കുന്നു. അവന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു. ക്ഷമിക്കണം, യോഗേന്ദ്ര യാദവ് അല്ല, ധർമ്മേന്ദ്ര പ്രധാനാണ് പുസ്തകം തിരുത്താൻ നോക്കുന്നത്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ വേണ്ടി വൃന്ദ കാരാട്ടും അരുന്ധതി റോയും ഒക്കെ വലിഞ്ഞു കയറി വന്നു. അതോടെ സമരം ഒരു കമ്മ്യൂണിസ്റ്റ് സമരമായി. പിന്നെ ചടൂരി വന്നപ്പോൾ അതൊരു കർഷക സമരമായി. ആദ്യം വിദ്യാർത്ഥി സമരം, പിന്നെ വാങ്ചുക്കിൻ്റെ സമരം, പിന്നെ ആം ആദ്മിയുടെയും കോൺഗ്രസിൻ്റെയും സമരം, ഇപ്പോൾ ഇതാ കമ്മ്യൂണിസ്റ്റുകാരുടെയും സമരം. അതും കഴിഞ്ഞ് ദാ വരുന്ന താടിയൊക്കെ നീട്ടി വളർത്തി മുണ്ടുയർത്തിക്കെട്ടിയ ഒരു സമാധാന ഭായി. പുള്ളി അവിടെ വന്ന് ബിരിയാണിയും കോർമയും ഒക്കെ വെച്ച് ലങ്കർ എന്ന് പറഞ്ഞാൽ ഭക്ഷണശാല തുടങ്ങി. ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല തിരക്ക്. ബിരിയാണി തീരുന്നതോടെ എല്ലാവരും സ്ഥലം വിടും. അവസാനം 15 പേര് മാത്രം ബാക്കി. അതോടെ അതൊരു സമാധാനക്കാരുടെ സമരമായിട്ട് മാറി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു മുൻ പ്രൊഫസർ വന്ന് അള്ളാഹുവിൻ്റെ നാമം മാത്രം അവശേഷിക്കുമെന്ന് ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെ കവിതയൊക്കെ ചൊല്ലി. പക്ഷേ ഇതിൻ്റെ ബാക്കി ഭാഗം എന്താണെന്നറിയാമോ? ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളും ചിത്രങ്ങളും മാറ്റപ്പെടുമ്പോൾ ആകാശ പുസ്തകം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുമെന്ന്. ഇത് കേട്ടപ്പോഴാണ് ആളുകൾക്ക് കാര്യം കത്തിയത്. ഇത് തൊഴിലാളി സമരമല്ല, തൊഴിലാളികളുടെ പേര് പറഞ്ഞ് ഒരു മതം പ്രചരിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന്. അവിടെ ഒരു വശത്ത് താടിക്കാർ ബിരിയാണി വിളമ്പുന്നു, മറുവശത്ത് ഇത്തരം കവിതകൾ പാടുന്നു. ഇതിൻ്റെയൊക്കെ അങ്ങേയറ്റം പറ്റിയത് ജുനൈദ് എന്നൊരുത്തൻ എവിടെ നിന്നോ പണം ഒപ്പിച്ച് വന്ന് ബിരിയാണി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഉമർ ഖാലിദിൻ്റെ അപ്പനും അവിടെ വന്നിരുന്നു കേട്ടോ. ഈ രാജ്യം മൊത്തം ബോംബ് സ്ഫോടനം നടത്തിയതിന് കോൺഗ്രസ് നിരോധിച്ച സിമി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിരുന്നു പുള്ളി. വേദിയിൽ നിന്ന് അവന്മാർ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തുന്നു, ജുനൈദ് ബിരിയാണി വിതരണം ചെയ്യുന്നു. ഇതിനെ ഇപ്പം നമ്മൾ എന്ത് സമരമെന്ന് വിളിക്കണം ഭായി? ഒന്ന് ഉറപ്പിച്ച് പറ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റണോ? മോദിയെ മാറ്റണോ? ലഡാക്കിലെ സംസ്കാരം രക്ഷിക്കണോ? കർഷകരെ സഹായിക്കണോ? അതോ ജുനൈദിൻ്റെ കയ്യിൽ നിന്ന് ബിരിയാണി തിന്നണോ? ഈ സമരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പം ആർക്കും ഒരു പിടിയുമില്ലാത്ത അവസ്ഥയാണ്. പാവം പിടിച്ച സോനം വാങ്ചുക്കിനെ അവിടെ പാട്ടിന് കിട്ട് കൊല്ലാൻ നോക്കുകയാണ്. അവനെ അവന്മാർ മിക്കവാറും ബലി കൊടുക്കും. ഈ പാറ്റ സമരം ഉണ്ടല്ലോ, പാറ്റയെ പോലെ തന്നെയാണ്. ഒരടിയുമില്ല മുടിയുമില്ല. ചിലപ്പോൾ ഇങ്ങോട്ടോടും ചിലപ്പോൾ അങ്ങോട്ടോടും. ഒടുവിൽ സമയമാകുന്നതിന് മുമ്പ് തന്നെ ആ സമരം അങ്ങ് ചത്തുപോയി. കഷ്ടം, അല്ലാതെ എന്ത് പറയാൻ. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒറിജിനൽ ഹിന്ദി വീഡിയോ ആരുടേതാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.